പൊതുവെ മദ്യപാനികളെ ബാധിക്കുന്ന രോഗമായിട്ടാണ് ഫാറ്റി ലിവർ കരുതപ്പെടുന്നത്. എന്നാൽ മദ്യപിക്കാത്തവർക്കും ഇപ്പോൾ ഫാറ്റി ലിവർ പിടിപെടുന്നത് സർവ്വസാധാരണമാണ്. വളരെ നിശബ്ദമായി പുരോഗമിക്കുന്ന ഈ രോഗം കരളിന് കാര്യമായ തകരാറുകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന രോഗമാണ് ഫാറ്റി ലിവർ. അമിതവണ്ണം, ഇൻസുലിൻ പ്രതിരോധം എന്നിവ മൂലവും ഇതുണ്ടാകാം. ലോക ജനസംഖ്യയുടെ 25 മുതൽ 30% വരെ പേർക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. ഇന്ത്യയിൽ 30 മുതൽ 40% പേർക്കെന്ന കണക്കിൽ ഈ രോഗമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഫാറ്റി ലിവറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി വിശ്രമിച്ച ശേഷവും വിട്ടുമാറാതിരിക്കുന്ന കടുത്ത ക്ഷീണവും കുറഞ്ഞ ഊർജത്തിന്റെ തോതും കരൾ രോഗത്തിന്റെ ലക്ഷണമാണ്. കരൾ നന്നായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് പോഷണങ്ങൾ സംസ്കരിക്കാനും വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനും കഴിയാതെ വരും. ഇതാണ് ക്ഷീണത്തിലേക്ക് നയിക്കുന്നത്. അമിതവണ്ണം ഇല്ലാത്തവരിൽ പോലും അടിവയറ്റിലെ കൊഴുപ്പടിയൽ ഫാറ്റി ലിവർ ലക്ഷണമായി കരുതാം. ഇൻസുലിൻ പ്രതിരോധത്തിനൊപ്പമാണ് ഈ ലക്ഷണവും പൊതുവെ കാണപ്പെടുക. ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരവും ഈ കൊഴുപ്പടിയലും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴുത്തിന്റെ മടക്കിലും കക്ഷങ്ങളിലുമൊക്കെ ചർമ്മം ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നത് അകാന്തോസിസ് നിഗ്രിക്കൻസ് എന്ന അവസ്ഥ മൂലമാണ്. ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിന്റെ സൂചനയാണ്. അകാരണമായി ഭാരം വർദ്ധിക്കുന്നതും എത്ര കഷ്ടപ്പെട്ട് ഡയറ്റും വ്യായാമവും ഒക്കെ ചെയ്തിട്ടും ഭാരം കുറയാതിരിക്കുന്നതും ഫാറ്റി ലിവർ ലക്ഷണമാണ്. കൊഴുപ്പ് വിഘടിപ്പിക്കാനും ഹോർമോണുകളെ നിയന്ത്രിക്കാനുമുള്ള കരളിന്റെ ശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഭാരം കുറയ്ക്കൽ ബാലികേറ മലയാകുന്നത്. സാധാരണ രക്തപരിശോധനയിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഉയർന്ന ട്രൈഗ്ലിസറൈഡ് തോത്. നിരന്തരമായ പരിശോധനകളിലൂടെ ട്രൈഗ്ലിസറൈഡിന്റെയും കൊളസ്ട്രോളിന്റെയും തോത് മനസ്സിലാക്കുന്നത് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ പുരോഗമിക്കാതിരിക്കാൻ സഹായിക്കും. ലാബ് പരിശോധനകളിൽ ALT, AST തോതുകൾ ഉയർന്നിരിക്കുന്നതും ഫാറ്റി ലിവർ സൂചനയാണ്. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമായ പരിശോധനകൾ നടത്തി ഫാറ്റി ലിവർ സാധ്യത ഉറപ്പിക്കേണ്ടതാണ്. എയറോബിക് വ്യായാമങ്ങളും സ്ട്രെങ്ത് വ്യായാമങ്ങളും ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ സഹായിക്കും. ആഴ്ചയിൽ കുറഞ്ഞത് 150 മുതൽ 240 മിനിറ്റ് വരെ വേഗത്തിലുള്ള നടത്തം, ഓട്ടം, സൈക്ലിംഗ്, നീന്തൽ പോലുള്ള എയറോബിക് വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടതാണ്. പച്ചക്കറികൾ, ഹോൾ ഗ്രെയിനുകൾ, ലീൻ പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പ് എന്നിവയെല്ലാം അടങ്ങിയ സന്തുലിത ഭക്ഷണവും പിന്തുടരാൻ ശ്രമിക്കേണ്ടതാണ്. പഞ്ചസാര, റിഫൈൻ ചെയ്ത കാർബോഹൈഡ്രേറ്റുകൾ, മദ്യം എന്നിവ ഒഴിവാക്കാനും ശ്രമിക്കണം. ശരീരഭാരം 7 മുതൽ 10% വരെ കുറയ്ക്കുന്നതും ഫാറ്റി ലിവർ നിയന്ത്രണത്തിലെത്താൻ സഹായിക്കും. ഹെൽത്ത് മാക്സ് മലയാളം.